എൻ്റെ നല്ലയമ്മ. ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, ജപമാല റാണിയോട് യാചിച്ചു. ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, ജപമാല റാണിയോട് യാചിച്ചു. കനിവിൻ്റെ വറ്റാത്ത സാഗരമേ, അലിവോടെ ഓടി നീ അണഞ്ഞിടണേ. കനിവിൻ്റെ വറ്റാത്ത സാഗരമേ, അലിവോടെ ഓടി നീ അണഞ്ഞിടണേ. ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, ജപമാല റാണിയോട് യാചിച്ചു. എൻ്റെ നല്ല അമ്മ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുവാനും അവസരം നൽകിയ നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഇത് പരിശുദ്ധ അമ്മ എനിക്ക് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ സമ്മാനമായി തന്ന ഒരു വാഗ്ദാനമാണ്. കാരണം ഡിസംബർ 8, 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് ഷാലോം TV ആവശ്യപ്പെടുകയാണ് അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ സംസാരിക്കുവാനും അഭിമുഖം തരുവാനും. അമ്മയെക്കുറിച്ച് അമ്മയുടെ അപദാനങ്ങൾ വർണ്ണിക്കുവാൻ അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം പരിശുദ്ധ അമ്മയെ എൻ്റെ ഒരു നല്ല അമ്മയായി, എൻ്റെ കൂട്ടുകാരിയായി, എൻ്റെ സഹോദരിയായി, എൻ്റെ എല്ലാമായാണ് എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ആദ്യം കടന്നു വരുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ കാനായിലെ കല്യാണമാണ്. കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയ അവസരത്തിൽ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി അവർക്ക് സന്തോഷവും അവരുടെ ഇല്ലായ്മയിൽ നിറവുമായി അമ്മ കടന്നു വന്നതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളിലും അമ്മയുടെ സാന്നിധ്യം നിറവായി എനിക്ക് അനുഭവപ്പെടാറുണ്ട്. കുഞ്ഞുനാൾ മുതൽ പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയും ബഹുമാനവും സ്നേഹവും ആദരവും എനിക്കുണ്ടായിരുന്നു. ഏത് ചെറിയ കാര്യത്തിനും അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം കുഞ്ഞുനാൾ മുതലേ എനിക്കുണ്ട്. ആദ്യ കുർബാന സ്വീകരിച്ച അവസരത്തിൽ ഞാൻ എന്നും ഉദ്ധരീയം ധരിച്ചു കൊള്ളാം എന്ന് ഏറ്റെടുത്ത ആ നിയോഗം ഞാൻ ഇന്നും കളഞ്ഞിട്ടില്ല. ഉദ്ധരീയ ഭക്തിയെക്കുറിച്ച് എന്നെ പഠിപ്പിച്ചതും എനിക്ക് മനസ്സിലാക്കി തന്നതും എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും ആയിരുന്നു. BSc പഠനകാലത്ത് ഉദ്ധരീയം ധരിച്ചുകൊണ്ട് കോളേജിൽ പോകുമ്പോൾ കൂട്ടുകാർ കളിയാക്കുമായിരുന്നു, നിനക്കത് കളഞ്ഞുകൂടെയെന്ന്. ഉത്തരീയ ഭക്തിയിൽ വളരുമ്പോൾ ഉദ്ധരീയം ധരിച്ചുകൊണ്ട് മരിച്ചാൽ സ്വർഗത്തിലേക്ക് മാതാവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് പേരൻസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനതിൽ ഇന്നും വിശ്വസിക്കുന്നു. അമ്മയുടെ നിറവാർന്ന ഒരു സാന്നിധ്യം അതിലൂടെ എനിക്ക് കരഗതമാകുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം കുഞ്ഞുനാളിൽ പരീക്ഷ എഴുതാനായിട്ട് പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ ആദ്യമായി പ്രാർത്ഥിക്കുന്നത് എത്രയും ദയുള്ള മാതാവേ എന്ന ജപമാണ്. ആ ജപം 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലിക്കഴിയുമ്പോൾ പരീക്ഷയ്ക്കുള്ള എല്ലാ ഭയവും മാറി ആൻസേഴ്സ് നന്നായി ചെയ്യാനുള്ള കൃപ മാതാവ് എനിക്ക് തരുമായിരുന്നു. വീണ്ടും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ അമ്മയെ കൂട്ടിന് വിളിക്കുമ്പോൾ അമ്മ കൂടെ വരുന്ന അനുഭവം എനിക്ക് ഏറെ ഉണ്ടായിട്ടുണ്ട്.
അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് എൻ്റെ മുമ്പിലുള്ളത് എൻ്റെ ദൈവവിളി ഞാൻ തിരഞ്ഞെടുക്കുന്ന ആ അവസരമാണ്. കാരണം ദൈവവിളി തിരഞ്ഞെടുക്കുന്നതിൽ സന്യാസ വിളി സ്വീകരിച്ചുകൊണ്ട് MSJ സന്യാസ സമൂഹത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് ഉള്ളിൽ പ്രചോദനം ലഭിച്ചപ്പോൾ ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു. കാരണം എൻ്റെ മാതാപിതാക്കൾ അതിന് പൂർണ്ണമായും എതിരായിരുന്നു. വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ടും കിട്ടാതിരുന്ന ആ സാഹചര്യത്തിൽ ജപമാല ചൊല്ലി ഞാൻ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. അവസാനം ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ മഠത്തിലേക്ക് പോകും എന്ന്. അങ്ങനെ തീരുമാനമെടുത്തതിൻ്റെ തലേദിവസം എൻ്റെ അപ്പച്ചൻ എന്നെ ഏറെ വഴക്ക് പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഞാനൊന്ന് ഒത്തിരിയേറെ രാത്രിയിൽ കരഞ്ഞ് എപ്പോഴാണ് ഉറങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കരഞ്ഞ് ഉറങ്ങിയ അവസരത്തിൽ അന്ന് രാത്രിയിൽ മാതാവ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരനുഭവം എനിക്കുണ്ടായി. ആ മാതാവ് പിന്നീടാണ് മനസ്സിലായത് അത് ലൂർദ് മാതാവാണെന്ന്. അരയിൽ നീല റിബൺ ചുറ്റി തലയിൽ കിരീടവും ചാർത്തി എൻ്റെ അടുത്ത് വന്നു. ആ അമ്മ ആ രാത്രി മുഴുവൻ എന്നോട് കൂടെ ഉണ്ടായി. എന്നോട് പറഞ്ഞു, മകളെ നീ ധൈര്യമായിരിക്കുക, നിനക്ക് കൂട്ടിന് ഞാനുണ്ട്. 25 വർഷങ്ങൾ ഇപ്പോൾ പിന്നിടുകയാണ് ഞാൻ സന്യാസത്തിൽ വന്നിട്ട്. അന്നു മുതൽ ഇന്നു വരെ ഈ അമ്മ ആ വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനം എനിക്ക് കൂട്ടായി ഇന്നും കൂടെയുണ്ട്. ഞാൻ ഒരു അർപ്പിതയായി തീർന്നതിന് ശേഷം കൂടുതൽ എനിക്ക് മാതാവിനെ പരിചയപ്പെടുത്തി തന്നത് ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ സഭയെ നയിച്ച മദർ തെയോഫിനാണ്. മദർ തെയോഫിന് അമ്മയോടുള്ള ഭക്തി വളരെ വലുതായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ജപമാല ചൊല്ലി മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന പതിവ് ആ മദറിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ സഭാസ്ഥാപകനായ പഞ്ഞിക്കാരനച്ഛൻ വലിയൊരു മാതൃഭക്തനായിരുന്നു. പഞ്ഞിക്കാരനച്ഛൻ്റെ മറിയം നമ്മുടെ അമ്മ എന്ന ഒരു ലഘുലേഖനം അതെന്നെ ഏറെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒന്നാണ്. അമ്മ എന്ന നാമം നാവിന് മധുരമാണ്, അത് തേൻ പോലെയാണ്, അമ്മയെന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം വളരെ വലുതാണ് എന്നൊക്കെയാണ് ആ ലേഖനത്തിൽ പഞ്ഞിക്കാരനച്ഛൻ പ്രതിപാദിക്കുന്നത്. പാലാ രൂപതയിലെ ചേർപ്പുങ്കൽ ഫൊറോന പള്ളി ഇടവകാംഗമാണ് ഞാൻ. അവിടെയുള്ള ഉണ്ണീശോയുടെ ഭക്തി വളരെ പ്രചുരമയുള്ളതാണ്. ഉണ്ണീശോ കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനിക്കുന്നത് അമ്മ തന്നെയാണ്. എൻ്റെ ഉണ്ണീശോയുടെ ഭക്തി എന്ന് പറയുന്നത് എനിക്ക് ഉണ്ണീശോ എല്ലാമാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെടുന്നതിന് ഒരു കാരണം ഞാൻ പറയുന്നത്, ഉണ്ണീശോ ഉള്ളിടത്ത് അമ്മയ്ക്ക് വരാതിരിക്കാൻ കഴിയുകയില്ല. ഉണ്ണീശോയെ സ്നേഹിക്കുന്നവരോടുകൂടെ എപ്പോഴും അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ കരുതലും അമ്മയുടെ ആ ഒരു നിറസാന്നിധ്യവും ഉണ്ടായിരിക്കും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പരിപാലിക്കുന്ന രീതിയിൽ അമ്മ എന്നെയും പരിലാളിക്കുകയും സ്നേഹിക്കുകയും ആ വാത്സല്യം എനിക്ക് പകർന്നു തരികയും ചെയ്യുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും, എൻ്റെ സംശയങ്ങളിലെല്ലാം, എൻ്റെ ആവശ്യങ്ങളിലെല്ലാം അമ്മ കടന്നു വരും. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് താന്നിപ്പുഴയിലെ ജീവധാര ഹോമിയോ ക്ലിനിക്കിലാണ്. ആ ക്ലിനിക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒത്തിരിയേറെ രോഗികൾ വളരെയധികം പഴകിയ അസുഖങ്ങളുമായി അവിടെ വരുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ എന്നെ സന്ദർശിക്കുന്നത് മക്കളില്ലാത്ത ദമ്പതിമാരാണ്. 8, 10, 12, 14, 16 ഒക്കെ വർഷങ്ങളായി ചികിത്സ ചെയ്ത ഫലം കാണാതെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർ എൻ്റെ അടുത്ത് കടന്നു വരുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് അമ്മയുടെ മാധ്യസ്ഥം തേടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മാതാവിൻ്റെ ഏറ്റവും വലിയ അപദാനമാണ് നന്മ നിറഞ്ഞവൾ എന്നത്. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് കടന്നു വരുന്നത്. എൻ്റെ ആകുലതകളിലും ഉത്കണ്ഠകളിലും എൻ്റെ വേദനകളിലും എൻ്റെ കുറവുകളിലുമെല്ലാം അമ്മേ എന്ന ഒറ്റ ഒരു വാക്കുകൊണ്ട് അതൊന്ന് നെടുവീർപ്പായി ഉതിർക്കുമ്പോൾ തന്നെ കിട്ടുന്ന ആശ്വാസം വളരെ വലുതാണ്. അമ്മയ്ക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ
എല്ലാത്തിനും ഒരു സൗകുമാര്യമുണ്ട്. ഏത് ഉത്തരവാദിത്വവും എന്നെ ഏൽപ്പിച്ചാലും ഞാൻ ആദ്യമായി ചെയ്യുന്നത് പരിശുദ്ധ അമ്മയോട് പറയും, അമ്മേ, ഇതെനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, പക്ഷെ നിനക്കെല്ലാം സാധിക്കും. അപ്പം നീ എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറയും. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയോട് ആലോചന ചോദിച്ചുകൊണ്ട് അമ്മയുടെ ഉത്തരം കേട്ടുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഓരോ കാര്യവും ചെയ്യുന്നത്. വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് മറിയത്തെക്കുറിച്ച് പറയുന്നത്. വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ അമ്മയാണ് എൻ്റെ മാതൃക. കാരണം വചനം പറയുന്നുണ്ടല്ലോ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കുവാൻ അറിഞ്ഞുകൂടാത്ത എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് അമ്മയാണ്. ഞാൻ പറയും, എൻ്റെ ധ്യാന നിമിഷങ്ങളിലും എൻ്റെ പ്രാർത്ഥനാ അവസരങ്ങളിലും ഞാൻ ജപമാല ചെല്ലുമ്പോഴുമൊക്കെ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പത്രോസ്ലീഹായുടെ ഈ ലേഖനത്തിലെ ഈ വചനത്തെ പോലെ ഒത്തിരിയേറെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരുവളാണ് ഞാൻ. 1990 BHMS പഠനത്തിനായി ഞാൻ മംഗലാപുരത്തേക്ക് അയക്കപ്പെട്ടു. അവിടെ ഫാദർ മുള്ളേഴ്സ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ BHMS പഠനത്തിനായി ഞാൻ ചേർന്ന ആ നാളിൽ ജോയിൻ ചെയ്ത 2ാമത്തെ ദിവസം എൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. 106-107 ഡിഗ്രി പനിയുമായി ഞാൻ പിറ്റേ ദിവസം തന്നെ അവിടെയുള്ള ICUയിൽ അഡ്മിറ്റായി. ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും, പിന്നീട് മറ്റേ കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായും നഷ്ടപ്പെട്ട അവസരത്തിൽ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ തിരിച്ചു വരേണ്ട ഒരവസ്ഥയുണ്ടായി. പക്ഷേ 6 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും പഠിക്കുവാനായി മംഗലാപുരത്തേക്ക് പോകുവാനായി എന്നെ സഹായിച്ചത് പരിശുദ്ധ അമ്മയാണ്. തിരിച്ചു പോകുന്ന അവസരത്തിലും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും ശരിയായില്ല. അപ്പോൾ എൻ്റെ അധികാരികൾ എന്നോട് ആവശ്യപ്പെട്ടു, ഈ കണ്ണില്ലാതെ എങ്ങനെ പോയി പഠിക്കും? അപ്പോഴും അമ്മയുടെ മാധ്യസ്ഥം തേടി ഞാൻ പ്രാർത്ഥിച്ചു. കണ്ണില്ലാതെ പഠിക്കുക എന്നതിൻ്റെ ബുദ്ധിമുട്ട് അമ്മയാണ് എനിക്ക് പരിഹരിച്ച് തന്നത്. കാരണം ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് മൈക്രോബയോളജി അതുപോലെയുള്ള ലാബ് ടെസ്റ്റുകൾ, അതൊക്കെ കണ്ണുകൊണ്ട് നോക്കുന്ന അവസരങ്ങളിൽ എനിക്ക് കാഴ്ച തീർത്തും ഇല്ലായിരുന്നു. പക്ഷേ അതെല്ലാം അതിജീവിച്ച് പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ട് ഞാൻ അമ്മയുടെ മാധ്യസ്ഥം തേടിയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ഞാൻ പഠിക്കുന്ന അവസരങ്ങളിൽ, കാഴ്ചയില്ലാതെ ഇരിക്കുന്ന അവസരത്തിൽ അമ്മയോട് പറയും, അമ്മേ, ഇതെനിക്ക് വേണ്ടി പഠിക്കണമെന്ന്. അപ്പം എൻ്റെ കണ്ണിന് കണ്ണായി അമ്മ എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരവസ്ഥയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് പഠനമെല്ലാം പൂർത്തിയായി ഞാൻ ജോലി ചെയ്യാനായിട്ട് കടന്നു വരുന്നത് ജീവധാര ഹോമിയോ മെഡിക്കൽ സെൻറ്ററിലാണ്. അത് താന്നിപ്പുഴയിലുള്ള ഇപ്പോഴത്തെ സ്ഥാപനത്തിൽ ഞാൻ ചികിത്സിക്കുന്നത് വളരെ പഴകിയ അസുഖങ്ങൾക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ MD ഞാൻ കരസ്ഥമാക്കിയത് ക്രോണിക് ഡിസീസിലാണ്. താന്നിപ്പുഴയിൽ ചികിത്സയ്ക്കായി എത്തുന്നത് വളരെ പഴകിയ അസുഖം ഉള്ളവരും അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികളുമാണ്. 8, 10, 12, 14, 16, 18 വർഷങ്ങളായി ചികിത്സിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരാണ് അവിടെ ഏറെ കടന്നു വരുന്നത്. അപ്പോൾ അവരോട് കൺസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയോടാണ്. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടി അവരെ സമർപ്പിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് അവരെ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും, ഇവർക്ക് വേണ്ടി ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം, ഇവരോട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇവർക്ക് എന്ത് മരുന്നാണ് ഞാൻ കൊടുക്കേണ്ടത് എന്ന് ഞാൻ അമ്മയോട് ആലോചന ചോദിക്കും. എനിക്ക് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ, അതുപോലെ തന്നെ എൻ്റെ സംശയങ്ങൾക്കെല്ലാം ഉത്തരമായി അമ്മയുടെ നിറസാന്നിധ്യം എന്നോടൊപ്പമുണ്ട്. രോഗികളെ കൺസൾട്ട് ചെയ്യുന്ന അവസരങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം കൂടുതൽ അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടി എൻ്റെ കൈകളിൽ എപ്പോഴും ജപമാല ഉണ്ടാകും. അവിടെ വരുന്ന പേഷ്യൻസും അത് നോട്ട് ചെയ്യാറുണ്ട്. സിസ്റ്റർ എപ്പോഴാണ് ജപമാല എടുത്ത് പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടി
ഞങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു തരാനായിട്ട് ചിലപ്പോൾ ഒരു പ്രവചനാത്മകമായി പോലും അവർ ചോദിക്കും എന്ന് കുഞ്ഞുങ്ങളുണ്ടാകുമെന്നൊക്കെ. അപ്പോൾ അവരുടെ സംശയങ്ങളിൽ ഞാൻ അമ്മയോട് ചോദിക്കും, അമ്മേ ഞാൻ എന്താണ് ഇവരോട് പറയേണ്ടതെന്ന്. അപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തരും, ഇവരോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കേണ്ട മരുന്ന് ഇതാണ്, ഇവരുടെ രോഗത്തിൻ്റെ കാരണം, അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ കാരണം എന്താണ്. ഇതൊക്കെ ഒരു വ്യക്തി എന്ന നിലയിൽ അമ്മ എന്നോട് പറയുന്ന അനുഭവങ്ങൾ എനിക്ക് ഏറെ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് 2008 ഞാൻ ചികിത്സയ്ക്ക് എൻ്റെ അടുത്ത് വന്ന 16 വർഷം ആയി കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദമ്പതിമാരെ ഞാൻ ചികിത്സിച്ചപ്പോൾ അമ്മ എനിക്ക് വ്യക്തമായി പറഞ്ഞു, ഇവർ 6 മാസം മാത്രം ചികിത്സ സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് എടുത്താൽ മതി, പിന്നെ ഇവർ 2014 അവസാനം ആകുമ്പോഴത്തേനും ഇവരുടെ കയ്യിൽ കുഞ്ഞുണ്ടാകും. അപ്പോൾ ഈ ഒരു അമ്മയുടെ ആ ഒരു വാക്ക് എന്നിലത് ശക്തമായി എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 6 മാസം മാത്രം ചികിത്സ എടുത്താൽ മതി, എൻ്റെ അടുത്ത് നിങ്ങൾ അത്രയും മാത്രം വന്നാൽ മതി, നിങ്ങൾക്ക് ഇതുപോലെ 2014 അവസാനം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് ഞാൻ അവരോട് പറയുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അവർ കാത്തിരുന്നു. 2014 സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും അവർക്ക് കുഞ്ഞുണ്ടായി, ഒരു പെൺകുഞ്ഞിനെ. അതെൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ മറന്നുപോയി. പക്ഷേ ഇത് സ്വീകരിച്ച വ്യക്തികൾ അത് സജീവത്തോടു കൂടി ഓർക്കുകയും അമ്മയുടെ മാധ്യസ്ഥത്തിന് സമർപ്പിക്കുകയും അമ്മയുടെ ആ ഒരു മാധ്യസ്ഥം വഴി അവർക്ക് കുഞ്ഞ് ലഭിച്ചതിൻ്റെ സാക്ഷ്യം അവർ പറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ 6 മാസം പ്രഗ്നൻ്റായ ഒരു സ്മിതയുണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം 2 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ആ ഒരു പ്രാർത്ഥനാ നിയോഗത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് 2015 ആണല്ലോ, 2015 സെപ്റ്റംബർ 8 മുമ്പായിട്ട്, അതായത് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് മുമ്പ് എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക, ഉത്തരം കാണും. 2 വർഷം ഈ മക്കൾ കാത്തിരുന്നു. ഇപ്പോൾ 6 മാസം പ്രഗ്നൻ്റാണ്. ഈ പറഞ്ഞ വചനം യഥാർത്ഥത്തിൽ കറക്റ്റായിരുന്നു. സെപ്റ്റംബർ 8 മുമ്പ് ശരിക്കും അവർക്കൊരു ഉത്തരം ലഭിച്ചു. ഇന്ന് 6 മാസം പ്രഗ്നൻ്റായ സ്മിത ചേർത്തലയിലുണ്ട്. അതെൻ്റെ ഒരു അമ്മയെക്കുറിച്ചുള്ള നല്ലൊരു സാക്ഷ്യമാണ്. രോഗികൾക്ക് അമ്മയൊരു മാധ്യസ്ഥം എന്നതുപോലെ എനിക്ക് അമ്മ അനുഭവപ്പെടുന്നത്, ഞാൻ അമ്മയെ സ്നേഹിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ അമ്മ എന്നെ സ്നേഹിക്കുന്ന ഒരവസ്ഥയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയെ ഇഷ്ടപ്പെടുന്ന ഒരു മകളെന്ന നിലയിലല്ല, അമ്മയ്ക്ക് ഏറെ വാത്സല്യമുള്ള അമ്മയുടെ ഒരു പുത്രിയായിട്ടാണ് എനിക്ക് അമ്മയെ അനുഭവപ്പെടുന്നത്. കാരണം ഞാൻ പറയുക, ഇന്നെൻ്റെ അമ്മയ്ക്ക് എന്നോടൊരു സ്നേഹവുമില്ലേ എന്ന് ചോദിച്ചാൽ, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആ ദിവസം വൈകുന്നേരമാകുന്നതിന് മുമ്പ് മാതാവിൻ്റെ എന്തെങ്കിലും ഒരു കുഞ്ഞ് സ്റ്റാച്യു എനിക്ക് കിട്ടും. താന്നിപ്പുഴയിലുള്ള ജീവധാര ക്ലിനിക്കിൽ ഒരു കൺസൾട്ടേഷൻ മുറി ഡോക്ടർ ഷേർലി ജോസഫ്, സിസ്റ്റർ ഷെറിൻ എന്ന് എഴുതി വെച്ച ഒരു ബോർഡുള്ള ഒരു മുറിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ മുറിയിൽ കൺസൾട്ടേഷനായിട്ട് ഒരു ഡോക്ടറിനെ ഇരുത്തിയിട്ടുണ്ട്. അത് പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ അത് കൊടുക്കാൻ കാരണം, എൻ്റെ പേരെഴുതിയ മുറിയെ എനിക്ക് അമ്മയ്ക്ക് കൊടുക്കാനുള്ളൂ, എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ അമ്മയ്ക്കത് കൊടുത്തു. ആ അമ്മയ്ക്കായി ആ മുറി ഡെഡിക്കേറ്റ് ചെയ്ത് അന്ന് മുതൽ ആ മുറിയിൽ അമ്മയുടെ ഓരോരോ കുഞ്ഞു സ്റ്റാച്യൂസ് വരാൻ തുടങ്ങി. ഇപ്പോൾ 500-ലധികം സ്റ്റാച്യൂസ് ആ മുറിയിലുണ്ട്. കാണുന്നവർക്കും അതിലെ കടന്നു പോകുന്നവർക്കും ആ മുറിയിൽ പ്രവേശിക്കുന്നവർക്കുമൊക്കെ അമ്മയുടെ ഒരു നിറസാന്നിധ്യം അവിടെ അനുഭവപ്പെടാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ മുറിയിലിരുന്ന് ആ മുറിയിലേക്ക് കയറി ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ കൂടെ വരുന്ന അനുഭവമാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴുമുള്ള ഒരു വചനമുണ്ട്, മാതാവ് ചാരേ വരും. പ്രതിബന്ധ സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും വിഷമമേറിയ അവസ്ഥകളിലുമെല്ലാം എൻ്റെ മനസ്സ് പറയും, മാതാവ് ചാരേ വരും. അപ്പോൾ മാതാവ് ചാരേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിനും കുറവില്ല, എല്ലാം ഒരു നിറവാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2 ഭാഗങ്ങളിലാണ് അമ്മയെ നാം കണ്ടുമുട്ടുന്നത്. ഒന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യാനായിട്ട്. അതെ, എൻ്റെ ജീവിതത്തിൽ അമ്മ പറയും, അവൻ പറയുന്നത്, അത് കേൾക്കാൻ, അത് കേൾപ്പിച്ചു തരാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയും. ഞാൻ കൺസൾട്ട് ചെയ്യുന്ന മുറിയിൽ ഒരു മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ വചനം
വിടർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും, അമ്മേ, ഈ വചനം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവോ അതിനുള്ള ജ്ഞാനമോ ഒന്നും എനിക്കില്ല. ഉണ്ണി യേശുവിനെ പഠിപ്പിച്ചതുപോലെ അമ്മ എന്നെയും വചനം പഠിപ്പിക്കണം. അങ്ങനെ ഞാൻ വചനം മറ്റുള്ളവർക്ക് കൊടുക്കണം. ജീവധാര ഹോമിയോ ക്ലിനിക്ക് എന്ന് പേരിടുമ്പോൾ തന്നെ ജീവധാര, ജീവൻ, വചനം. ആ വചനം ജീവനായി തീരുന്ന ഒരനുഭവം അവിടെ വരുന്ന മക്കൾക്ക് കരഗതമാകണമെന്നാണ് എനിക്കുള്ള എൻ്റെ ആഗ്രഹം. ഇനി ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പോരായ്മകളുണ്ട്, ബലഹീനതകളുണ്ട്, രോഗങ്ങളുണ്ട്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് 2 രോഗങ്ങൾ കൂടി ദൈവം ദാനമായി നൽകി. ഒന്ന് എൻ്റെ ഷുഗറാണ്, വേറൊന്ന് എൻ്റെ പ്രഷറാണ്. ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയേക്കും. ഫാസ്റ്റിംഗ് ഷുഗർ 400, 450, റാൻഡം ഷുഗർ 700-ന് മേലെ. ഇതുപോലെയൊക്കെ വരുന്ന അവസരങ്ങളിൽ ഞാൻ തളരുമ്പോൾ എനിക്ക് ശക്തിയായി എന്നെ കൊണ്ടു നടക്കുന്നത്, വഴി കാണിച്ചു തരുന്നത്, എന്നെ താങ്ങുന്നത് എൻ്റെ പരിശുദ്ധ അമ്മ തന്നെയാണ്. പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ ക്ഷീണിതയായി ഞാൻ കട്ടിലിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഞാൻ പറയും, അമ്മേ, ഇന്ന് ഞാൻ എന്നെ ഇവിടെ കടത്തിപ്പോയാൽ എൻ്റെ രോഗികൾ വിഷമിക്കും. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മേ, എൻ്റെ ക്ഷീണം നീ ഏറ്റെടുക്കണം. നിനക്ക് വേണ്ടി ഞാൻ പോയി ജോലി ചെയ്യും. നിനക്ക് കരങ്ങളായും കാതുകളായും കണ്ണുകളായും എല്ലാം ഞാൻ നിൽക്കാം. അപ്പം എനിക്ക് വേണ്ടി എന്നെ താങ്ങാൻ അമ്മ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ പറയും. ആ അനുഭവത്തിൽ എൻ്റെ സിസ്റ്റേഴ്സും പറയും, ഇത്രമാത്രം ക്ഷീണിതയായ ഷെറിന് ജോലി ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ലല്ലോ. പിന്നെ റിലാക്സ് ചെയ്ത അവസരം വന്നപ്പോഴത്തേനും അത് തളർച്ചയായി. അപ്പം തളരുന്ന മേഖലയിൽ, തളർച്ച അനുഭവപ്പെടുന്ന അവസരങ്ങളിലെല്ലാം അമ്മയാണ് എനിക്ക് ശക്തിയായി കൂടെയുള്ളത്. വീണ്ടും ചില ദിവസങ്ങളിലൊക്കെ കൂടുതൽ രോഗികൾ ഉണ്ടാകും, പ്രത്യേകിച്ച് ഹോളിഡേയ്സിൽ, ശനിയാഴ്ചകളിലൊക്കെ. ആ ദിവസങ്ങളിലൊക്കെ ഒരു 40, 50, 60 പേരെയൊക്കെ കാണാനുള്ള ആരോഗ്യമേ എനിക്ക് സാധാരണയുള്ളൂ. പക്ഷേ രോഗികൾ കൂടുന്ന അവസരത്തിൽ ചിലപ്പോൾ 70, 80, 90, 100, 110 ഒക്കെ രോഗികൾ നിൽക്കുമ്പോൾ അവരെയൊക്കെ നോക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയും, അമ്മേ, മാതാവേ, ഇത് ഇത്രയും പേരുണ്ട്, ഇവർക്ക് കൊടുക്കാനുള്ളതെല്ലാം അമ്മയുടെ കൈവശമുണ്ടല്ലോ. അപ്പോൾ അമ്മ കൂടെ വന്നാൽ ഞാനെല്ലാം ചെയ്യാം. അപ്പം എൻ്റെ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത്, എൻ്റെ വലതുവശത്ത് ഞാൻ എപ്പോഴും മാതാവിനെ ചേർത്തിരുത്തും, ഇടതുവശത്ത് കുഞ്ഞുണ്ണീശോയും ഉണ്ടാകും. ഇപ്പോൾ അമ്മയും ഈശോയും കൂടെയുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തിലും സഹവാസത്തിലും എന്തെല്ലാം ക്ലേശങ്ങളുണ്ടായാലും, എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായാലും, രോഗികളുടെ പ്രശ്നങ്ങൾ എത്രമാത്രം രൂക്ഷമായാലും അതെല്ലാം പരിഹരിക്കുവാനുള്ള ശക്തി ഇവരിൽ നിന്നും എനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ അതൊരു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു സ്വർഗവാസിയായ അമ്മയല്ല എനിക്കുള്ളത്. നമ്മുടെ അസ്തിത്വത്തിലും നമ്മുടെ വ്യക്തിത്വത്തിലും നമ്മളിലുമെല്ലാം അലിഞ്ഞു ചേർന്ന് നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മോട് കൂടെ വസിക്കുന്ന, സാന്നിധ്യം തരുന്ന ഒരു പരിശുദ്ധ അമ്മയാണ് ഉള്ളത്. അമ്മയെന്ന വിളിയിൽ എല്ലാമുണ്ട്. അപ്പോൾ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഒന്നും നടക്കാതെ പോകുന്നില്ല എന്ന് നമ്മുടെ എത്രയും ദൈവ മാതാവേ എന്ന് ജപം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് എൻ്റെ ജീവിതം അതിന് സാക്ഷ്യമാണ്. അമ്മയുടെ മാധ്യസ്ഥം തേടി ജീവിത സാഹചര്യങ്ങളിൽ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇതിൻ്റെ പ്രേക്ഷകർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ അമ്മയുടെ ഒരു നിറസാന്നിധ്യം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കാനായിലെ കല്യാണ വിരുന്നിലെ വീഞ്ഞിൻ്റെ കുറവിനെ പരിഹരിച്ച അമ്മ അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റിയതുപോലെ നമ്മുടെ കടുത്ത നിരാശയുടെ അനുഭവങ്ങളിലെല്ലാം, വിഷമിക്കുന്ന അവസരങ്ങളിലെല്ലാം താങ്ങായി, തണലായി, നിറവായി നമ്മുടെ സന്തോഷത്തെ വക്കുവരെ നിറയ്ക്കുവാനായിട്ട് അമ്മയ്ക്ക് കഴിയുമെന്ന് പരിപൂർണമായി ഞാൻ വിശ്വസിക്കുകയാണ്. അതെൻ്റെ ജീവിതമാണ്. ജീവധാര ഹോമിയോ മെഡിക്കൽ സെൻ്ററിൽ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമല്ല അവിടെ ആൾക്കാർ വരുന്നത്, കൗൺസിലിംഗ് കൂടി ആൾക്കാർ വരുന്നുണ്ട്. ഇങ്ങനെയൊരു അവസരത്തിൽ ഒരു മകൻ മരിച്ച ദുഃഖത്തിൽ ഒരമ്മയെ അവിടെ ആശ്വസിപ്പിക്കാനായി കുറേ പേരവിടെ കൊണ്ടുവന്നു. എന്തെല്ലാം പറഞ്ഞാലും ആ അമ്മയ്ക്കൊരാശ്വാസം ലഭിക്കുന്നില്ല. അപ്പോൾ അവരോട് എന്ത് പറയണം എന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഒരു നിമിഷം ഞാൻ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുൻപിലേക്ക് കടന്നു വന്നത് 13-ാം സ്ഥലത്ത്
മാതാവിൻ്റെ മടിയിൽ ഈശോയെ കിടത്തിയിരിക്കുന്ന ആ രംഗമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ രംഗം വിവരിച്ചു. എന്നിട്ട് മാതാവിൻ്റെ മാധ്യസ്ഥം തേടി യാകുലയായ ഈ അമ്മയെയും അമ്മയുടെ ദുഃഖത്തിൽ ചേർത്തുകൊണ്ട് ഈ മകൻ്റെ വേർപാടിൽ വേദന അനുഭവിക്കുന്ന ഈ അമ്മയുടെ ദുഃഖം നീ കാണണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് ഞാൻ സംസാരിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മ ശരിക്കും സന്തോഷത്തോടു കൂടി പറയുകയാണ്, എൻ്റെ മകനെ ഞാൻ ഈശോയെ പോലെ ഞാൻ ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ അവർക്ക് ഒരാശ്വാസമായി മാറിയ അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. മാതാവിൻ്റെ മാധ്യസ്ഥം, യാകുലയായ മാതാവിൻ്റെ ആ മാധ്യസ്ഥം രോഗങ്ങളും വിഷമങ്ങളും നിരാശയും തളർത്തിക്കളയുന്ന മക്കൾക്ക് ആശ്വാസമായി പരിണമിക്കുന്ന അവസ്ഥകൾ ഏറെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെയും ജീവിത ദുഃഖങ്ങളിൽ ഈ യാകുലയായ മാതാവിൻ്റെ മാധ്യസ്ഥം എനിക്കും ശക്തി കേന്ദ്രമാണ്. ഇത് കാണുന്ന എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം വഴിയായി നിങ്ങൾക്കും ധാരാളമായ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ജപമാല റാണിയോട് യാചിച്ചു. ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ജപമാല റാണിയോട് യാചിച്ചു. കനിവിൻ്റെ വറ്റാത്ത സാഗരമേ, അലിവോടെ ഓടി നീ അണഞ്ഞിടണേ. കനിവിൻ്റെ വറ്റാത്ത സാഗരമേ, അലിവോടെ ഓടി നീ അണഞ്ഞിടണേ. ജപമാല ചൊല്ലി